ഇന്ന് ഞാൻ മുരിങ്ങയ്ക്ക വെച്ചിട്ട് തോരൻ വയ്ക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മുരിങ്ങയ്ക്ക എടുത്ത് ഇതുപോലെ കീറി വെക്കണം. ഇങ്ങനെ കീറി വെക്കണേ. കീറി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഫ്ലഷ് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിലൊക്കെ ആണെങ്കിൽ തവിയാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ തവിയില്ല, അത് കാരണം ഞാൻ സ്റ്റീലിൻ്റെ തവിയാണ് എടുക്കുന്നത്. നാട്ടിൽ ചിരട്ടത്തവി കിട്ടുമല്ലോ, അതുകൊണ്ട്. ഇവിടെ അതൊന്നുമില്ല എൻ്റെ കയ്യിൽ. സ്റ്റീലിൻ്റെ തവി വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെയും ഫ്ലഷ് ഇങ്ങനെ എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇതാവുന്ന ഉടനെ ചെറുതായിട്ട് ഇത് അരിയാം. ചെറിയായിട്ടത് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് മുഴുവൻ അതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെക്കണം. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും ഫ്ലഷ് കിട്ടി എനിക്ക്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടിയും ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ നമുക്കതിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യമാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് അതിലെടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാണ് ഒഴിച്ചേക്കുന്നത്. കടുകിടുക. പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പില അതിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിടുന്നുണ്ട്. ഒരു ചുവപ്പ് പരുവാകുന്ന വരെ വറക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് ഇടണം. പച്ചമുളക് ഇട്ട് അതൊന്ന് ഇതായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫ്ലഷ് ഇട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വെച്ചിട്ട് അത് വേവിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനതൊന്ന് തുറന്ന് അതിന് ആവശ്യമുള്ള തേങ്ങ ഇട്ടിരുന്നത് അത് എടുക്കാൻ മറന്നുപോയി. എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ അതിനകത്തിൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തേങ്ങ ഇട്ട് ഇതിപ്പോൾ വെന്ത പരുവമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.